പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നല്ല നമസ്കാരം. കഴിഞ്ഞ 2 വീഡിയോകളിലും മോണിറ്ററി പോളിസിയെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുകയുണ്ടായി. ഒന്നാമത്തെ വീഡിയോയിൽ പ്രധാനമായിട്ടും ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സും രണ്ടാമത്തെ വീഡിയോയിൽ ക്വാളിറ്റേറ്റീവ് മെത്തേഡ്സുമാണ് ചർച്ച ചെയ്തത്. ഓരോ മെത്തേഡുകളും എന്താണ് എന്നത് വ്യക്തമായി നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള കാര്യം തന്നെയാണ്. ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സിനകത്ത് നമുക്ക് ക്യാഷ് റിസർവ് റേഷ്യോ ഉണ്ട്, സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ ഉണ്ട്, പിന്നെ ബാങ്ക് റേറ്റ് ഉണ്ട്, റിപ്പോ റേറ്റ് ഉണ്ട്. ഇങ്ങനെയുള്ള മെത്തേഡ്സ് എല്ലാം നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സിനകത്ത് ചർച്ച ചെയ്തു. ക്വാളിറ്റേറ്റീവിലേക്ക് വന്നപ്പോൾ നമ്മൾ അതിനകത്ത് മോറൽ സുവേഷൻ, ഡയറക്റ്റീവ്സ്, ഡയറക്റ്റ് ആക്ഷൻ, പബ്ലിസിറ്റി, മാർജിൻ റിക്വയർമെൻറ്റ്സ് ഇങ്ങനെയുള്ള ഇൻസ്ട്രുമെൻസിനെയാണ് പ്രധാനമായിട്ട് ചർച്ച ചെയ്തത്. ഇന്ന് ഈ വീഡിയോയിൽ പ്രധാനമായിട്ടും 2 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് ഈ വീഡിയോയിൽ പ്രധാനമായിട്ടും കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം എന്താണെന്ന് ചോദിച്ചാൽ, ദ സെൻട്രൽ ബാങ്ക് മണി മാർക്കറ്റ് ആൻഡ് ഇൻട്രസ്റ്റ് റേറ്റ്, സെൻട്രൽ ബാങ്കിന്റെ മോണിറ്ററി പോളിസി മൂലം എങ്ങനെയാണ് പലിശ നിരക്കുകളെ ബാധിക്കുന്നു എന്നത് ഇന്നത്തെ ഈ വീഡിയോ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. സെൻട്രൽ ബാങ്കിന്റെ മോണിറ്ററി പോളിസി എങ്ങനെ പലിശ നിരക്കിനെ അഫക്റ്റ് ചെയ്യും. രണ്ടാമത്തെ ചോദ്യം നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നത്, ദ സെൻട്രൽ ബാങ്ക്സ് പോളിസി റേറ്റ് ക്യാൻ അഫക്റ്റ് സ്പെൻഡിങ്, നമ്മുടെ ചെലവാക്കുന്ന രീതിയെ എങ്ങനെയാണ് റിസർവ് ബാങ്കിന്റെ നയങ്ങൾക്ക് സ്വാധീനിക്കാൻ കഴിയുക എന്ന് വെച്ചാൽ ചുരുക്കത്തിൽ ഈ 2 ചോദ്യങ്ങൾ ലക്ഷ്യമിടുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇമ്പാക്റ്റ് ഓഫ് മോണിറ്ററി പോളിസി എന്നുള്ള വിഷയം തന്നെയാണ് ഈ 2 ചോദ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ ഈ പ്രധാനപ്പെട്ട ഈ സ്ലൈഡ് നമ്മളിൽ ചർച്ച ചെയ്യുന്നത് വാട്ട് ഈസ് ദി ഇമ്പാക്റ്റ് ഓഫ് മോണിറ്ററി പോളിസി എന്നതാണ്. മോണിറ്ററി പോളിസിക്ക് എന്ത് സ്വാധീനമാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഓരോ മോണിറ്ററി പോളിസിയും കീറി മുറിച്ച് എടുത്ത് പഠിച്ചെങ്കിൽ മാത്രമേ അതിനൊരു വ്യക്തത വരത്തുള്ളൂ. അപ്പം ഞാൻ അതിനൊരു എളുപ്പമാർഗത്തിൽ ഒരു ചെറിയൊരു ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തേത് ടൈറ്റ് മോണിറ്ററി പോളിസി എന്നൊരു ഹെഡിങ് കൊടുത്തു. രണ്ടാമത്തെ ചീപ്പ് മോണിറ്ററി പോളിസി അല്ലെങ്കിൽ ഈസി മോണിറ്ററി പോളിസി, മണി പോളിസി എന്ന പേരാണ് കൊടുത്തത്. ടൈറ്റ് മോണിറ്ററി പോളിസി എന്ന് പറഞ്ഞാൽ നമ്മുടെ മോണിറ്ററി പോളിസി ഉപയോഗിച്ച് തന്നെ പണം അധികം ആളുകളിലേക്ക് ഇറങ്ങാത്ത രീതിയിലേക്ക് ഉണ്ടാകുന്ന നയങ്ങളെയാണ് ടൈറ്റ് മോണിറ്ററി പോളിസി എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ മോണിറ്ററി പോളിസിയിലൂടെ പണം സർക്കുലേഷൻ കുറയ്ക്കുക എന്നതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം. ഉദാഹരണം ഒന്ന് പറഞ്ഞു നോക്കാം. ക്യാഷ് റിസർവ് റേഷ്യോ കൂട്ടുന്നു എന്നിരിക്കട്ടെ. ക്യാഷ് റിസർവ് റേഷ്യോ കൂട്ടുമ്പോൾ എന്ത് സംഭവിക്കും? ഓരോ ബാങ്കുകളും റിസർവ് ബാങ്കിൽ കൊണ്ടുപോയി വെക്കേണ്ട പൈസയുടെ അളവ് കൂടുക തന്നെ ചെയ്യും, അല്ലേ? അങ്ങനെ പൈസയുടെ അളവ് കൂടുമ്പോൾ എന്ത് സംഭവിക്കും? ഓരോ ബാങ്കിനും ചെലവാക്കാൻ പറ്റുന്നതിന്റെ പരിധി കുറയുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ടൈറ്റ് മോണിറ്ററി പോളിസി എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ റിപ്പോ റേറ്റ് കൂട്ടിയാൽ എന്താണ്? ബാങ്കുകൾക്കുള്ള പലിശ നിരക്ക് കൂടുകയാണ്, അല്ലേ? അപ്പം ബാങ്കുകൾക്ക് അധികം പൈസ കിട്ടുമോ? ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് ടൈറ്റ് എന്ന് വിളിക്കുന്നത്. നേരെ മറിച്ച് രണ്ടാമത്തെ ഈ ഭാഗത്ത് നമ്മൾ കൊടുത്തിട്ടുള്ളത് ഈസി മോണിറ്ററി പോളിസി എന്ന വാക്കാണ്. ഈസി മോണിറ്ററി പോളിസി അല്ലെങ്കിൽ ചീപ്പ് മോണിറ്ററി പോളിസി എന്ന് പറയുന്നത് കുറേയും കൂടെ ആളുകളുടെ ഇടയിലേക്ക് പണം എത്താനായിട്ട് കൊണ്ടുവരുന്ന നയങ്ങളാണ് ഈസി മണി പോളിസി എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പം എന്താണ് ഈസി മണി പോളിസിയുടെ ഒരു എക്സാമ്പിൾ എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റും, ക്യാഷ് റിസർവ് റേഷ്യോ കുറയ്ക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ക്യാഷ് റിസർവ് റേഷ്യോ കുറയ്ക്കുകയാണെങ്കിൽ ബാങ്കുകൾക്ക് ചെലവാക്കാൻ പറ്റുന്നതിന്റെ പരിധി കൂടുന്നു, അല്ലേ? അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും? ആളുകളുടെ കയ്യിലേക്ക് പണം എത്തുന്നു. അപ്പം ഈസി മണി പോളിസി സാധാരണ രീതിയിൽ റിസഷൻ അല്ലെങ്കിൽ ഡിപ്രഷന്റെ സമയത്താണ് ചെയ്യുന്നത്. കാരണം ആളുകളിലേക്ക് പണം എത്തണം. ഇൻഫ്ലേഷന്റെ സമയത്ത് എന്ത് ചെയ്യുന്നതെന്ന് അറിയാവോ? ടൈറ്റ് മണി പോളിസിയാണ് എടുക്കുന്നത്. അപ്പം ഇനി എങ്ങനെയാണ് നമ്മുടെ ചെലവുകളെ ഇത് സ്വാധീനിക്കുക? അപ്പം ഞാൻ പറഞ്ഞു, ഇവിടെ നമ്മൾ 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഒന്ന്, എങ്ങനെയാണ് പലിശ നിരക്കുകളെ ബാധിക്കുന്നു എന്നതാണ് പറയാൻ പോകുന്നത്. 2, എങ്ങനെ നമ്മുടെ ചെലവുകളെ സ്വാധീനിക്കാൻ പറ്റുമെന്നതാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. 2 ക്വസ്റ്റ്യൻസ് ആണ് ആൻസർ ചെയ്യുന്നത്, അല്ലേ? ടൈറ്റ് മണി പോളിസിയാണ് സ്വീകരിക്കുന്നതെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മുടെ ചെലവിന്, നമ്മുടെ ചെലവുകൾ എന്ത് സംഭവിക്കും? കുറയും. ശരിയല്ലേ? ഞാൻ ഒന്നുകൂടെ ആ റിലേഷൻ എടുത്തു പറയുകയാണ്. ടൈറ്റ് മോണിറ്ററി പോളിസി അല്ലെങ്കിൽ ടൈറ്റ് മണി പോളിസി റിസൾട്ട്സ് ഇൻ എ ഡിക്ലൈൻ ഇൻ, എന്ത് സംഭവിക്കും? എ ഡിക്ലൈൻ ഇൻ അവർ സ്പെൻഡിങ്, അല്ലേ? ഉദാഹരണം നമുക്ക് ചർച്ച ചെയ്യാം. ടൈറ്റ് മണി പോളിസിയിൽ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന്. ക്യാഷ് റിസർവ് റേഷ്യോ കൂട്ടുന്നു, അല്ലേ? ക്യാഷ് റിസർവ് റേഷ്യോ കൂട്ടുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും?
എന്ത് ചെയ്യാൻ പറ്റും? ക്യാഷ് റിസർവ് റേഷ്യോ കൂടുമ്പോൾ ബാങ്കുകൾക്ക് അവിടെ കെട്ടിവെക്കേണ്ട പൈസ കൂടുന്നു. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ബാങ്കുകൾക്ക് ചെലവാക്കാൻ പറ്റുന്നതിൻ്റെ കുറയുന്നു, നമുക്ക് കിട്ടാൻ പോകുന്ന പൈസ കുറയുന്നു. അപ്പം നമ്മുടെ ചെലവുകൾ എന്ത് സംഭവിക്കും? കുറയും. റിപ്പോ റേറ്റ്, ബാങ്ക് റേറ്റ് എല്ലാം കൂട്ടുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ സ്പെൻഡിങ്ങിനെ എങ്ങനെ ബാധിക്കും? നെഗറ്റീവായിട്ട് ബാധിക്കും. മാർജിൻ്റെ അളവ് കൂട്ടുന്നു, അപ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ സ്പെൻഡിങ്ങിനെ അഫക്റ്റ് ചെയ്യും. അപ്പം എന്താണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്? ടൈറ്റ് മണി പോളിസി സ്വീകരിച്ചാൽ നമ്മുടെ സ്പെൻഡിങ് എപ്പോഴും കുറയാനാണ് സാധ്യത. അപ്പോൾ നമ്മുടെ സ്പെൻഡിങ്ങിനെ അത് നെഗറ്റീവായിട്ട് ബാധിക്കുന്നു. നേരെ മറിച്ച് ഈസി മണി പോളിസി എടുത്താൽ എന്ത് സംഭവിക്കുന്നു? ഈസി മണി പോളിസി എടുത്താൽ നമ്മളിലേക്ക് പണം കൂടുതലായിട്ട് എത്തുന്നു, അല്ലേ? കാരണം എന്തുകൊണ്ടാണ്? പലിശ നിരക്ക് കുറയുക ചെയ്യുന്നത്, അല്ലേ? ഈസി മണി പോളിസി എടുക്കുമ്പോൾ ബാങ്കുകൾക്ക് ബാങ്ക് റേറ്റ് കുറച്ച് കൊടുക്കുന്നു, അപ്പം ബാങ്കുകൾക്ക് കിട്ടുന്ന പലിശ നിരക്ക് കുറവാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കും കുറഞ്ഞ പലിശ നിരക്കിൽ ബാങ്കുകൾ തരുന്നു, അപ്പം നമുക്ക് കൂടുതൽ ചെലവാക്കാൻ പറ്റും. അപ്പം ഞാൻ രണ്ടാമത്തെ ക്വസ്റ്റ്യനുള്ള ആൻസർ പറയാണ്. സെൻട്രൽ ബാങ്കിന്റെ പോളിസി എങ്ങനെയാണ് നമ്മുടെ സ്പെൻഡിങ്ങിനെ അഫക്റ്റ് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ, നമ്മുടെ സ്പെൻഡിങ്ങിനെ അഫക്റ്റ് ചെയ്യുന്നത് രണ്ട് വിധത്തിലാണ്. ടൈറ്റ് മണി പോളിസിയാണ് സ്വീകരിക്കുന്നതെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് എന്ത് സംഭവിക്കും? നമ്മുടെ സ്പെൻഡിങ് ടൈറ്റ് മണി പോളിസി ആണെങ്കിൽ നമ്മുടെ സ്പെൻഡിങ്ങിനെ കുറയ്ക്കും. അപ്പോൾ കൂടുതൽ മാർക്കിന് വരികയാണെങ്കിൽ നിങ്ങൾ ഓരോ മോണിറ്ററി പോളിസി എടുത്തിട്ട് പറയണം. ക്യാഷ് റിസർവ് റേഷ്യോ കൂടുമ്പോൾ സ്പെൻഡിങ് കുറയുന്നു, SLR കൂടുമ്പോൾ സ്പെൻഡിങ് കുറയുന്നു, ബാങ്ക് റേറ്റ് കൂടുമ്പോൾ സ്പെൻഡിങ് കുറയുന്നു. അപ്പോൾ അതൊക്കെ എന്തൊക്കെയാണെന്ന് പറയണം. റിപ്പോ റേറ്റ് കൂടുമ്പോൾ എന്തൊക്കെ സംഭവിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വിശകലനം ചെയ്ത് ഓരോന്നായിട്ട് എടുത്ത് പറയേണ്ടതായിട്ട് വരുന്നു. നേരെ മറിച്ച് ഈസി മണി പോളിസിയാണ് എടുക്കുന്നതെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ സ്പെൻഡിങ്ങിനെ അത് പോസിറ്റീവായിട്ട് ഗിയറപ്പ് ചെയ്യുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ചോദ്യത്തിനുള്ള ഉത്തരം. ഇനി ഒന്നാമത്തെ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഇനി ഞാൻ സംസാരിക്കാൻ പോകുന്നത്. എങ്ങനെയാണ് മോണിറ്ററി പോളിസി പലിശ നിരക്കിനെ അഫക്റ്റ് ചെയ്യുന്നത്? മോണിറ്ററി പോളിസി പലിശ നിരക്കിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്, അല്ലേ? CRR, SLR ഒക്കെ കൂട്ടുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? അല്ലെങ്കിൽ ബാങ്ക് റേറ്റ് കൂട്ടുകയാണെങ്കിൽ ബാങ്കിന്റെ കയ്യിൽ കുറച്ച് പൈസയേ ഉള്ളൂ. കുറച്ച് പൈസ ഉള്ളപ്പോൾ എന്ത് സംഭവിക്കും? പലിശ നിരക്ക് കൂടിയ പലിശ നിരക്കിലെ ബാങ്കുകൾ നിങ്ങളിലേക്ക് പണം എത്തിക്കത്തുള്ളൂ. അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുന്നു, അല്ലേ? മണി സപ്ലൈ ഫോൾസ്, ഇൻട്രസ്റ്റ് റേറ്റ് റൈസസ്. നേരെ മറിച്ച് ഈസി മണി പോളിസി ആണെങ്കിൽ എന്ത് സംഭവിക്കുന്നു? മണി സപ്ലൈ ഒരുപാട് ആളുകളുടെ ഇടയിലേക്ക് പോകുന്നു എന്നതുകൊണ്ട്, അല്ലെങ്കിൽ എത്തണം എന്നതുകൊണ്ട് തന്നെ ഇൻട്രസ്റ്റ് റേറ്റ് കുറയുന്നു. അപ്പം ഇതാണ് ആ റിലേഷൻഷിപ്പ്. അപ്പം ഞാൻ ആ രണ്ട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരവ് ഇവിടെ ചർച്ച ചെയ്തു. ഒന്ന്, ഇൻട്രസ്റ്റ് റേറ്റിനെ എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ, പലിശ നിരക്കിനെ എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ, ടൈറ്റ് മണി പോളിസി എടുക്കുമ്പോൾ പലിശ നിരക്ക് കൂടുന്നതായിട്ട് കാണുന്നു. ചീപ്പ് മണി പോളിസി എടുക്കുമ്പോൾ പലിശ നിരക്ക് കുറയുന്നതായിട്ട് വരുന്നു. നേരെ മറിച്ച് സ്പെൻഡിങ്ങിനെ എങ്ങനെ എഫക്ട് ചെയ്യുന്നത് ചോദിച്ചാൽ, ടൈറ്റ് മോണിറ്ററി പോളിസി എടുക്കുമ്പോൾ സ്പെൻഡിങ് കുറയുന്നു. ചീപ്പ് മണി പോളിസി അല്ലെങ്കിൽ ചീപ്പ് മോണിറ്ററി പോളിസി എടുക്കുമ്പോൾ സ്പെൻഡിങ്ങിന്റെ അളവ് കൂടുന്നതായിട്ടാണ് കാണുന്നത്. അപ്പം പ്രധാനമായിട്ടും മോണിറ്ററി പോളിസിയുടെ മൂന്നാമത്തെ സെഷനിൽ രണ്ട് ചോദ്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. അതിനുള്ള ഉത്തരങ്ങൾ കണ്ടെത്തുക. മാർക്കിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ഓരോ മോണിറ്ററി പോളിസിയെയും എടുത്ത് വിശകലനം ചെയ്ത് പഠിക്കാനായിട്ട് പറ്റും. താങ്ക്